കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളാകാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ ഡോക്ടറെയാണ്. ഡോക്ടറെ നമുക്ക് നേരിട്ട് കാണാം. ഇത് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള സൺറൈസ് ഹോസ്പിറ്റൽ കേട്ടോ. ഇതിന്റെ അകത്താണ് ഡോക്ടർ ഉള്ളത്. ഡോക്ടർ IVF ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ, കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുട്ടികളായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടറെ നേരിട്ട് പരിചയപ്പെടാം. വാ. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്താണ് പോകുന്നത് കേട്ടോ. അപ്പോ ഡോക്ടറെ കുറിച്ച് നമ്മൾ അറിയുന്ന വേണം. ഒരുപാട് ഇതുപോലുള്ള ആൾക്കാരുടെ കൺകണ്ട ദൈവമാണെന്നാണ് ഇവിടെയുള്ള പേഷ്യൻസ് പറയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞത് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. അപ്പോ ഡോക്ടറെ കാണാം. ഇതിന്റെ അകത്താണ് ഡോക്ടർ ഉള്ളത് കേട്ടോ. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ്. അതെ, എക്സ്ക്യൂസ് മീ. ഹായ് ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയാണ് വിശേഷം? ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ, അപ്പം ഡോക്ടർ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ഡോക്ടറെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. IVF-നെ കുറിച്ച്, ആ ഒരു IVF ട്രീറ്റ്മെന്റിനെ കുറിച്ച് അതൊക്കെ പോട്ടെ. ഭക്ഷണം കഴിച്ചോ? അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ? നമുക്ക് ഒരുമിച്ച് പുറത്തേക്കോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡോക്ടറെയും കൂട്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫുഡ് സ്പോട്ടിലേക്ക് പോകാം. അതിന്റെ ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ട് എവിടെയുള്ളത്? നമുക്കിവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, രാജ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട്. നമുക്ക് അവിടെ പോവാം. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഓക്കെ, അപ്പം പിന്നെ ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഡോക്ടർ അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ അല്ലെ? അതെ. അപ്പൊ ഇവിടെ പിന്നെ പുറത്ത് ഒരുപാട് ദൂരത്തൊക്കെ ആൾക്കാർ വരാറുണ്ടോ? നമുക്ക് കണ്ണൂര്, കോഴിക്കോട്, കൂർഗ് എന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതെ. അപ്പൊ പിന്നെ കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു പോയവരുണ്ട്, സക്സസ് കിട്ടാത്ത ആൾക്കാരും കൂടി ഉണ്ട്. അതെയാ, നമുക്ക് നേരെ റെസ്റ്റോറന്റിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ റെസ്റ്റോറന്റിലേക്ക് പോകാം. ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, രാജ് റെസിഡൻസിയിൽ ബോച്ചയുടെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. അടിപൊളി വണ്ടിയാണല്ലോ, ബെൻസിലെ. കൊറേ എടുത്തിട്ട് 6 മാസം. 6 മാസം. ഓക്കെ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. പിന്നെ ഡോക്ടർ പിന്നെ 12 കിലോന് മേലെയുള്ള ഒരു മുഴ എടുത്തിട്ട്. അപ്പം പിന്നെ ഒരു ലേഡി അല്ലെ വയറ്റിൽ ഇങ്ങനെ ഇത്രയും വലിയ മുഴ ഉണ്ടായിട്ട് അവർ കണ്ടിട്ടില്ല. അവർക്ക് മുഴ ഉണ്ടായിരുന്നു, ബട്ട് അവള് തടി വെച്ചെന്ന് വിചാരിച്ചു. കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് മിണ്ടാതിരുന്നു. പിന്നെ നമ്മൾ കണ്ടതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊരു മുഴയാണ്, ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്ര വലിയൊരു സാധനമായിരുന്നു. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആള് ഓക്കെ അല്ലേ? ഒരു സന്തോഷമുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. അല്ല, ലഞ്ചൊക്കെ കഴിഞ്ഞു, സമയം 3 മണി കഴിഞ്ഞു. ഭക്ഷണം ഉണ്ടോ? ഓക്കെ, മമ്മു ഡോക്ടറെ പരിചയപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡോക്ടറെ പരിചയപ്പെടാം. അപ്പൊ ഡോക്ടറുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണം. ഓക്കെ, ഞാൻ ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ആണ്, കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ചീഫ് IVF കൺസൾട്ടന്റ് ആണ്. ഡോക്ടർ ശരിക്കും ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ. അപ്പൊ എങ്ങനെയാണ് ഈ IVF ട്രീറ്റ്മെന്റിലേക്ക് വന്നത്? ബേസിക്കലി ഗൈനക്കോളജി കഴിഞ്ഞിട്ട് നമുക്ക് ഏതിലും വേണമെങ്കിലും ട്രെയിനിങ് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്യാം. ഞാൻ പഠിച്ചിറങ്ങിയ കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് കോഴ്സുകൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതിനു വേണ്ടി സെപ്പറേറ്റ് പരിശീലനം നേടിയിട്ട് ഈ ഫീൽഡ് ഞാൻ കയറിയതാണ്. പിന്നെ നമ്മൾ കാലഘട്ടം നോക്കി കഴിയുമ്പോൾ, ഈ കൊല്ലങ്ങളായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പഠിച്ചുകൊണ്ടുള്ള കാലത്ത് കണ്ട കാര്യങ്ങൾ, നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറെ വ്യത്യാസങ്ങളും നമ്മളുടെ ഫുഡ് സ്റ്റൈലിൽ കുറെ വ്യത്യാസങ്ങളും. അപ്പം കൊല്ലങ്ങൾ കൂടുന്തോറും വന്ധ്യതയുടെ ഒരു പ്രശ്നം കൂടിക്കൊണ്ട് വരികയാകും. നമ്മൾ അതിനുള്ള ഒരു മെയിൻ കാരണം നമ്മൾ തന്നെ ആവുകയും ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആ ഫീൽഡിൽ ഇനിയില്ല കാലഘട്ടത്തിൽ അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡിൽ നിന്ന് തോന്നിയിട്ട് അതിലേക്കായിരുന്നു ഞാൻ പിന്നെ മാറിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫുഡ് ഓർഡർ ചെയ്യാം അല്ലേ? ഡോക്ടർ വെജിറ്റേറിയൻ, ഞാൻ കുറച്ച് ദൂരെ ഇരിക്കാം. ഡോക്ടർ, ഈ ഒരു IVF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അല്ലെ, ട്രീറ്റ്മെന്റിലൂടെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചികിത്സയാണ്. അപ്പം ഇതിന് പ്രായപരിധി അല്ലെങ്കിൽ എപ്പോ തുടങ്ങണം അങ്ങനെയൊക്കെ ഉണ്ടോ? സാധാരണ രീതിയിൽ നമ്മൾ ചികിത്സ എന്ന് പറയുന്നത്
ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ശ്രമിച്ചിട്ടും കുട്ടികളായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കുട്ടികളാവാത്തവർക്കുള്ള ചികിത്സാ രീതികളെന്ന് പറയുമ്പോൾ നമുക്കതിൽ കുറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വരും. നമ്മൾ ഇനീഷ്യലി മരുന്നുകളൊക്കെ കൊടുത്തു നോക്കും. മരുന്നുകളൊക്കെ കൊടുത്തു നോക്കിയിട്ട് കാര്യങ്ങൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചികിത്സാ രീതിയിലേക്ക് പോകും. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പ് ചികിത്സാ രീതിയിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരുന്നതാണ് ഈ IUI എന്നുള്ള ഒരു ചികിത്സാ രീതി. അപ്പോൾ ഈ IUI എന്നുള്ള ചികിത്സാ രീതി എല്ലാം ശ്രമിച്ചതിന് ശേഷമാണ് ലാസ്റ്റാണ് ഈ IVF എന്നുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IUI എന്ന ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഹസ്ബൻഡിന്റെ ബീജങ്ങൾ എടുത്ത് ഭാര്യയുടെ ഗർഭത്തിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് IUI എന്നുള്ള ചികിത്സാ രീതി. അപ്പോൾ ഈ രീതിയിൽ ഹസ്ബൻഡിന് തകരാറുകൾ ഉണ്ടാവുമ്പോഴാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ ചികിത്സാ രീതികൾ ചെയ്യുന്നത്. ബട്ട് ഇതൊരു സിമ്പിൾ ട്രീറ്റ്മെന്റ് ആണ്. ബട്ട് ഇതിന്റെ വിജയശതമാനം എന്ന് പറയുമ്പോൾ നമുക്കൊരു 10 to 15% എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും സക്സസ് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ IVF-ലേക്ക് പോകുന്നത്. പിന്നെ വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് അവളുടെ സ്ത്രീയുടെ ഏജ് 35-ന് അധികമാണ്. പുരുഷരൽ കൗണ്ടിന്റെ പ്രശ്നം വളരെ മോശമാണ്. നമുക്ക് ഈ പറഞ്ഞ IUI-യിലൂടെ ഒന്നും ശരിയാക്കാൻ പറ്റില്ല. സ്ത്രീകളുടെ അണ്ഡാശയത്തിന്റെ കപ്പാസിറ്റി ഭയങ്കര മോശമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരെ തന്നെ IVF എന്നുള്ള ചികിത്സാ രീതിയിലേക്ക് പോകും. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ IVF എന്നുള്ളത്? അപ്പം ഈ IVF എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ അണ്ടങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം സ്ത്രീകൾക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും കൊടുത്ത് അണ്ടം പ്രിപ്പയർ ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ ഈ അണ്ടങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു. പുറത്തേക്ക് എടുത്തിട്ട് ഭർത്താവിന്റെ ബീജങ്ങൾ എടുത്ത് പുറത്തുനിന്ന് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ യോജിപ്പിച്ച് ഭ്രൂണമാക്കിയെടുത്ത് ഭ്രൂണത്തിന് ഒരു 3-5 ദിവസം വരെ വളർത്തിയെടുത്ത് അതിനുശേഷം ഈ ഭ്രൂണത്തിനെ ഭാര്യയുടെ ഗർഭത്തിന്റെ അകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് IVF എന്നുള്ള ചികിത്സാ രീതി. ഓക്കെ, അപ്പൊ ഈ ഒരു IVF ചികിത്സയിലൂടെ ഡോക്ടർക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് ഈ IVF എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായി. അപ്പോൾ മറക്കാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ ഒന്ന് എൻ്റെ ആദ്യത്തെ ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു പോസിറ്റീവായ കേസായിരുന്നു. കാരണം അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞ് പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങിക്കുമ്പോൾ അതിൽ സക്സസ് ആവോ ഇല്ലയോ എന്നുണ്ടാവും നമുക്കൊരു സംശയം. വരുന്ന ആൾക്കും സംശയം ഉണ്ടാവും, ഇയാളെ കൊണ്ട് ശരിയാവോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാനൊരു 3-4 പേഷ്യന്റിനായിരുന്നു ചെയ്തത്. ആ ചെയ്ത സമയത്ത് ഫസ്റ്റ് അവരുടെ ഭ്രൂണങ്ങൾ റെഡി ആയതിനു ശേഷം ആദ്യത്തെ സൈക്കിളിൽ ചെയ്യുമ്പോൾ തന്നെ 3 ഫെയിലർ ആയിരുന്നു. അതിനുശേഷം അതിൽ ഒരു പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ എക്സ്ട്രാ ഭ്രൂണങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ എക്സ്ട്രാ ഭ്രൂണങ്ങൾ കയ്യിലുണ്ടായതിനു ശേഷം അടുത്ത മാസം തന്നെ ഞാൻ അവർക്ക് ഭ്രൂണം നിക്ഷേപിക്കുകയും റിസൾട്ട് വരുന്നതിന് മുന്നേ ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും വാല്യൂ 7.0 മാത്രമേ ഇല്ലൂ, 7.00 മാത്രമേ ഇല്ലൂ. അപ്പം നിങ്ങൾ എന്ത് സെന്ററാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും പിന്നെ പേപ്പർ കൊണ്ടുവരുമ്പോൾ അത് 700 ആയിരുന്നു. അപ്പൊ 700 കണ്ടതിന് ശേഷം ഞാൻ ഇത് നെഗറ്റീവ് അല്ല, താൻ ഗർഭിണിയായിന്ന് പറയുകയും അതിനുശേഷം അവരുടെ ഒരു ഭാവത്തിലും ഇതിലും ഒരു വ്യത്യാസം വരിക അതൊരിക്കലും മറന്നു പോകാൻ പറ്റില്ല. മുഖത്ത് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ? ആദ്യം ചീത്ത അടിക്കാൻ വന്ന ആള് പിന്നെ അതോടെ ഇനി നിങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ഭാവത്തിലേക്ക് മാറിയും കാണുമ്പോൾ അത് ഒരു അങ്ങനത്തെ അത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു IVF ട്രീറ്റ്മെന്റിലൂടെ കൂടുതലായിട്ടും പറയുന്നത് ടിങ്സ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്, അത് എല്ലാ വ്യത്യാസം ഉണ്ടോ? അതെ, കാരണം നമ്മൾ ഈ IVF എന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എത്ര ഭ്രൂണങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടോ അതിന്റെ മുകളിലാണ് എല്ലാം വരുന്നത്. അപ്പൊ ഈ വിദേശത്ത് അവര് സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യാറ്. കാരണം അവർ കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിൽ നിന്ന് ചിന്തിക്കാം. ഒരു ഭ്രൂണം മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ. ബട്ട് നമ്മളുടെ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് 2 ഇല്ല 3 ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് ഭ്രൂണങ്ങൾ നിക്ഷേപിക്കാൻ പറ്റും. അപ്പൊ ഈ 2 ഭ്രൂണങ്ങൾ നിക്ഷേപിക്കും. ചിലപ്പോൾ ഈ 2 ഭ്രൂണങ്ങളും പിടിച്ചു കഴിഞ്ഞാല് ട്വിൻസ് ആവും. 3 പിടിച്ചു കഴിഞ്ഞാൽ ട്രിപ്ലെറ്റ്സ് ആവും. അപ്പം എത്ര നമ്മൾ ആ ഭ്രൂണങ്ങൾ ഇടുമ്പം ആ ഭ്രൂണങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു അതിന്റെ മുകളിലാണ്. അപ്പൊ എപ്പോഴും നമ്മൾ 2 ഇല്ല 3 ഇടുന്നത് കൊണ്ട് കൂടുതൽ ഹയർ ഓർഡർ പ്രഗ്നൻസീസ് ട്വിൻസും ട്രിപ്ലെറ്റ്സ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുപോലെ ഈ 18 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 വർഷമായിട്ടും കുട്ടികളായില്ല എന്നൊക്കെ അങ്ങനെയുള്ള കുറെ കേസസ് ഉണ്ട്. അപ്പം അതിനൊക്കെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഏജ് ലിമിറ്റ് ബേസിക്കലി നമുക്ക് ഈ
പലപ്പോഴും നമ്മൾ കാണാറുണ്ട് 18, 19, 20 വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുന്നത്. ബട്ട് ഇപ്പോഴത്തെ നിയമപ്രകാരം പുരുഷനും സ്ത്രീക്കും മിനിമം 21 വയസ്സ് ക്രോസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പം ഈ ക്രിട്ടിക്കൽ ഏജ് 18 മുതൽ 21 വരെ നമ്മൾ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു പുരുഷൻ വന്നു, പുരുഷന്റെ ബീജത്തിന്റെ കൗണ്ട് ഭയങ്കര മോശമാണ്. അപ്പോൾ ഈ 3 കൊല്ലം ഇവൻ എങ്ങാനും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ കൗണ്ട് പൂർണ്ണമായും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ ഓഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇവന്റെ ബീജങ്ങൾ ഫ്രീസ് ചെയ്ത് വെക്കുക. ചികിത്സ കൊടുക്കണമെങ്കിൽ 21 ക്രോസ് ആവാം. അതാണ് ഒരു പ്രശ്നം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം ഒരു സ്ത്രീക്ക് 50 വയസ്സും ഒരു പുരുഷനും 55 വയസ്സ്, ഇതാണ് കട്ട് ഓഫ്. ഈ ഏജ് ഗ്രൂപ്പ് ക്രോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഏത് ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ മറ്റതും ആർക്കും ഒരു കപ്പിൾ പാർട്ട്ണറിന് ഏജ് കുറവും മറ്റേ പാർട്ട്ണറിന് ഏജ് കൂടുതലായി കഴിഞ്ഞാൽ പോലും നമ്മൾ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. ബിരിയാണീസ് ഡോക്ടറുടെ വെജ് ബിരിയാണി വരുന്നുണ്ടോ? റൈസ് കഴിക്കില്ലെന്ന് വെച്ചിട്ടാണ്. ഇത് ഫുൾ ലോഡഡ് ആണല്ലോ. കോഴിയും കോഴിയിട്ട മുട്ടയും ഒക്കെ ഉണ്ടല്ലോ. താങ്ക് യു. അപ്പോൾ ഇതാണ് രാജ് റെസിഡൻസിയിലെ സ്പെഷ്യൽ ചട്ടി ബിരിയാണി കേട്ടോ. കഴിച്ചോട്ടെ. ഓക്കെ. അപ്പം ഡോക്ടർ വേറൊരു കാര്യം കൂടി, നമ്മൾ ഒരു IVF ചെയ്യുന്നതിൽ 100% സക്സസ് ആണോ? ഇല്ല. ബേസിക്കലി ഈ ട്രീറ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സക്സസ് റേറ്റ് നമുക്ക് ഒരു ഡിപ്പെൻഡ്സ് 30 to 50% എന്ന് പറയാൻ പറ്റും. ഒരു കുഴപ്പവും ഇല്ല, പുരുഷനും സ്ത്രീയിലും ബാക്കി എല്ലാ ഫാക്ടേഴ്സും നോർമൽ ആണെങ്കിൽ ഒരു 40 മുതൽ 50% വരെ പറയാം. സ്ത്രീയുടെ അണ്ടത്തിന്റെ ക്വാളിറ്റിയിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ, അല്ല ഗർഭാശയത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ആ സക്സസ് റേറ്റ് 20 മുതൽ 30% വരെ ആവാം. ഇറ്റ് ഈസ് നെവർ 100%. എത്ര കഷ്ടപ്പെട്ടാലും ഒരു 50% അപ്പുറം യൂഷ്വലി പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഈ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? പഴയ കാലത്തിൽ ഇത് ഇത്ര വലിയൊരു പൈസയും ചെലവാക്കിയിട്ട് എടുക്കുന്ന ചികിത്സാ രീതിയായിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരണ്ടെന്ന് പറഞ്ഞിട്ടൊരു ധാരണയാണ്. ബട്ട് അങ്ങനത്തെ ഒന്നും ഇല്ല ആക്ച്വലി. കാരണം IVF ചെയ്യുമ്പോൾ നമ്മൾ ഈ ഭ്രൂണങ്ങൾ എപ്പോൾ നിക്ഷേപിക്കുന്നുണ്ടോ ആ 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. പിന്നെ നമുക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ ഒരു ടൈം ഡിലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ബെഡ് റെസ്റ്റ് തന്നെ എടുക്കണം, ജോലിയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാറില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന റെഗുലർ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നമ്മൾ ഹെവി ആയിട്ട് ബിരിയാണി കഴിക്കുന്നത്, ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുന്നു, അപ്പം ഇതൊക്കെ ഇതിനെ എഫക്ട് ചെയ്യുമോ? ബേസിക്കലി ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ റെസ്ട്രിക്ഷൻ പറയാറേ ഇല്ല, എല്ലാം കഴിക്കാം. ആകെ നമ്മൾ പറയുന്നത് കോഫിയാണ്. കാരണം ഈ കെഫീന്റെ കൺസംഷൻ കൂടുതലായി കഴിയുമ്പോൾ ചിലപ്പം അബോർഷനോ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അതുകൊണ്ട് കോഫിയുടെ കൺസംഷൻ കുറച്ച് കുറക്കണം എന്നല്ലാതെ വേറെ ഫുഡിൽ ഒരു റെസ്ട്രിക്ഷൻസും നമ്മൾ പറയാറില്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ ഇതിനെ കുറിച്ച്. അപ്പം ഒരു എപ്പിസോഡിൽ നമ്മൾ തീരില്ല. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജിലേക്ക് പോകും. എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും അതിലുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കോൺടാക്ട് നമ്പറും കൊടുക്കാം. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഡയറക്റ്റ് ബന്ധപ്പെടാം അല്ലേ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് അല്ലേ. ആ സ്ഥലത്തിന് ശരിക്കും എന്താ പറയുന്നത്? അത് കിഴക്കങ്കര എന്ന് പറയും. കിഴക്കങ്കര. കിഴക്കങ്കര. കാഞ്ഞങ്ങാട് കിഴക്കങ്കരയിലുള്ള സൺറൈസ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ ഉള്ളത്. ഓക്കെ. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വിളിക്കുക. എന്നാലും ചട്ടി ബിരിയാണി നന്നായിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ നോൺ വെജ് കഴിക്കില്ല. പക്ഷെ ഞാൻ നോൺ വെജ് കഴിക്കും, പ്രശ്നമുണ്ട്. ഇനി എന്തായാലും സന്തോഷം. വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് വിട്ടേക്ക്. ഓക്കെ. ഇത് ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടാവും. കാരണം നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.